Hallelujah. Thank you, Lord. Thank you, Jesus. Hallelujah. 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 Thank you, Jesus. Hallelujah. Thank you, Lord. And the Lord said to me, my grace is sufficient for you. My strength is made perfect in weaknesses. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. കർത്താവിൻ്റെ ഹൃദയം നാം യഥാർത്ഥമായിട്ട് അറിയുമ്പോൾ, കർത്താവിൻ്റെ ഓരോ വാക്കുകളും നമ്മളോട് വിളിച്ചു പറയുന്നത് അതാണ്, എൻ്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ഹല്ലേലൂയ. എൻ്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്ന് ദൈവം പറയുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, let us fix our eyes on the grace of Jesus Christ. യേശു നൽകുന്ന, യേശുവിൽ കൂടി ലഭിക്കുന്ന കൃപയിലേക്ക് നമ്മുടെ ശ്രദ്ധ വെക്കാം. നമ്മുടെ പ്രയാസങ്ങൾ വലുതാവാം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ വലുതാവാം, വേദനകൾ വലുതാവാം, നമ്മുടെ ബലഹീനതകൾ വലുതാവാം. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി പൈതലേ. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ വെളിപ്പെട്ടു വരുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ വെളിപ്പെടും. നിന്റെ ആവശ്യ സ്ഥലത്ത് ദൈവം തന്റെ ശക്തിയെ വെളിപ്പെടുത്തും. നിന്റെ ആവശ്യ സ്ഥലത്ത് നീ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അറിയും. നിന്റെ താഴ്വരയിൽ നിന്നെ ഏകനായിട്ട് വിടുന്ന ദൈവമല്ല, നിന്റെ താഴ്വരയിൽ നിന്നെ ഏകയായിട്ട് വിടുന്ന ദൈവമല്ല നിന്റെ കർത്താവ്. നിന്റെ താഴ്വരയിൽ നിന്നോട് കൂടെ നടക്കുന്നവനാണ് നിന്റെ ദൈവം. നിന്നെ തന്നോട് ചേർത്ത് പിടിച്ച്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്നവനാണ് എന്റെ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് ബലപ്പെടുവേൻ, കർത്താവിന്റെ കൃപയിൽ നിന്റെ ആശ്രയം വെപ്പിക്കുവേൻ. ഒരു നാളും കർത്താവ് നിന്നെ കൈവിടുകയില്ല, നിന്നെ മറന്നുപോവുകയുമില്ല. ഇന്ന് ദൈവത്തിന്റെ വചനം നിന്നിലേക്ക് വരുമ്പോൾ യഥാർത്ഥമായിട്ട് കർത്താവിന്റെ മേൽ നിന്റെ ദൃഷ്ടി വെച്ച് മുൻപോട്ട് പോകുവാനുള്ള ഒരവസരമായി തീർക്കുക. പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു കൊടുക്കാം. ദൈവത്തിന് നമ്മുടെ ചെവികളെ, നമ്മുടെ കാതുകളെ, നമ്മുടെ കണ്ണുകളെ, ഹൃദയങ്ങളെ നമുക്ക് തുറന്നു കൊടുക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചർച്ച് സർവീസിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 21 verses 20 to 22. യോഹന്നാൻ 21-ന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു: പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവൻ എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം.
യേശുക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്തിലേക്ക് പോകുമ്പോൾ യേശുവിനെ അവർ ബന്ദിയാക്കി. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. പത്രോസ് തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ട സമയത്ത് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. യഥാർത്ഥമായിട്ട് വളരെ അനുതപിച്ചു, വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടു. തൻ്റെ പ്രിയ യജമാനെ താൻ തള്ളിപ്പറഞ്ഞു. അതിൻ്റെ സങ്കടത്തിലൊക്കെയും ഇരിക്കുന്ന പത്രോസിനെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അതിൻ്റെ ശേഷം യേശു, അതായത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പിന്നെയും തിബേരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പല പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അവരോട് സംസാരിച്ചു. ഈ ഒരു അവസരത്തിൽ ഈ തിബേരിയസ് കടൽക്കരയിൽ യേശു പത്രോസിനോടുകൂടെ നടക്കുകയാണ്. എന്നിട്ട് യേശു തന്നെ പറഞ്ഞ പത്രോസിനോട് യേശു ചോദിക്കുകയാണ്. 17-ാം വാക്യം, ജോൺ 21:17. യേശു പത്രോസിനോട് ചോദിക്കുന്നു, ആദ്യം ചോദിച്ചു, പത്രോസേ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് ഉത്തരം പറഞ്ഞു. രണ്ടാമത് വീണ്ടും ചോദിച്ചു. മൂന്നാമത് വീണ്ടും ഇവിടെ ചോദിക്കുവാണ്. മൂന്നാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നീ എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്ത് ചെയ്യുകയായിരുന്നു? യേശു തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ഈ ഒരു സംഭാഷണത്തിൽ കൂടി യേശു പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. പത്രോസേ, ഞാൻ നിന്നെ നിന്ദിക്കുന്നില്ല, ഞാൻ നിന്നെ എഴുതി തള്ളുന്നില്ല. എനിക്കിപ്പോഴും നിന്നിൽ വിശ്വാസമുണ്ട്, എനിക്കിപ്പോഴും നിന്നിലൊരു ഉദ്ദേശമുണ്ട്. ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. നീ വിചാരിക്കുന്നു നിന്റെ ജീവിതത്തിലെ എല്ലാ ഉദ്ദേശവും കഴിഞ്ഞു, കർത്താവ് എന്നോട് ഇനി ക്ഷമിക്കുകയില്ല, ഞാൻ കർത്താവിനോട് തെറ്റ് ചെയ്തു, കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ആ പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. യേശു ഇവിടെ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ജീസസ് വാസ് റീഇൻസ്റ്റേറ്റിംഗ് പീറ്റർ. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു റീഇൻസ്റ്റേറ്റ്? സംതിങ് ദാറ്റ് ഹാസ് ഫോളൺ ഓഫ്, യു കീപ് ഇറ്റ് ബാക്ക് അഗെയിൻ ഇൻ ഇറ്റ്സ് പ്ലേസ്. അല്ലേ? ഒരു സ്ഥലത്ത് ഒരു സാധനം വെച്ചിരിക്കുന്നു, അവിടെ നിന്ന് വീണുപോയി, അവിടെ പിന്നെ എടുത്ത് വെക്കുമ്പോഴാണ് ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ബാക്ക് ഓർ റീഇൻസ്റ്റേറ്റഡ് ഇറ്റ് ടു ദ സെയിം പ്രീവിയസ് സ്റ്റേറ്റ്. അല്ലേ? അതാണ് റീഇൻസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ യേശു പത്രോസ് വിചാരിച്ചു എല്ലാം ഇതോടെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് നടന്ന പത്രോസിൻ്റെ അടുക്കൽ ഈ കടൽക്കരയിൽ യേശു പത്രോസിനോട് കൂടെ നടക്കുകയാണ്. എന്നിട്ട് സംസാരിക്കുകയാണ്. ചോദിക്കേണ്ടത് ആവശ്യമായിരുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ചോദിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്തിനാണ്? യഥാർത്ഥമായിട്ട് ഹൃദയത്തിലോട്ട് ആ ചോദ്യം വരുമ്പോഴേ നമ്മൾക്ക് ശരിക്ക് പറയുവാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ നമ്മുടെ സ്നേഹം എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇന്ന് പല ദൈവമക്കൾക്കും നമുക്ക് ആവശ്യമാണ്. കർത്താവ് നമ്മളോട് അങ്ങ് ചോദിച്ചാൽ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? കർത്താവേ, കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് പോകുന്നു, മിനിസ്ട്രിയൊക്കെ നല്ലതായിട്ട് പോകുന്നു, ജോലിയൊക്കെ നല്ലതായിട്ട് പോകുന്നു. കർത്താവ് ഇതൊന്നുമല്ല ചോദിക്കുന്നത്. ഇതൊക്കെ നല്ലതായിട്ട് പോകുമ്പോൾ എനിക്ക് കർത്താവിനോട് വളരെ സന്തോഷമാണ്. പക്ഷേ എല്ലാ കാലത്തും എല്ലാ അവസ്ഥയിലും യേശുവിൻ്റെ ചോദ്യം അതാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട്, നിനക്കുള്ള അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായിട്ട്, നിനക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട്, നിന്റെ സ്വത്തിനേക്കാൾ ഉപരിയായിട്ട് നീ എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ വന്നേ പറ്റുള്ളൂ. അവിടെയാണ് 3 പ്രാവശ്യം ചോദ്യം ചോദിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും പത്രോസിൻ്റെ മുൻപേ നിന്നത് അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമാണ്. 3-ാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോഴത്തേന് ഒരു ഫുൾ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. അപ്പോഴത്തേന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ്, പല സ്ഥലത്ത് ഞാൻ യേശുവിനെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ ജീവിച്ചത് കർത്താവിനെ സ്നേഹിച്ചല്ല. പലരും തുടങ്ങുന്നത് അങ്ങനെയാണ്, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, ഞാൻ എല്ലാ കാലത്തും നിന്നെ പിൻപറ്റി ജീവിക്കും. പക്ഷെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിച്ച് പിന്നെ അനുഗ്രഹത്തിനെ സ്നേഹിച്ചൊരു പോക്കാണ്. നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്, യഥാർത്ഥമായിട്ട് ഞാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ വിശ്വാസ ജീവിതമെന്ന് നമ്മൾ പറയും, അതിനെ സ്നേഹിച്ചു പോവുകയാണ്. പക്ഷെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് അവസാനം പത്രോസ് പറയുമ്പോഴും
പത്രോസ് പറയുന്നത് എന്താണ്? കർത്താവേ, നീ എല്ലാം അറിയുന്നു. അതായത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല പൂർണ്ണമായിട്ട്, അല്ലേ? പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ സ്നേഹിക്കുന്നു, പക്ഷേ എനിക്കറിയാം ഞാൻ അങ്ങനെ പറയുമ്പോഴും യഥാർത്ഥമായിട്ട് ഞാൻ പലയിടത്തും സ്നേഹിച്ചിട്ടില്ല. യേശു പറയുന്നു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഹല്ലേലൂയ. എന്താണ് ചെയ്തത്? യേശു പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുകയായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവനൊരു പർപ്പസ് കൊടുക്കുകയായിരുന്നു, ഒരു ലക്ഷ്യം, ഒരു ഉദ്ദേശം കൊടുക്കുകയായിരുന്നു. പത്രോസേ, നിന്റെ ജീവിതം കൊണ്ട് എനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? നിന്റെ ജീവിതത്തിൽ എനിക്കൊരു വിളിയുണ്ട്. എന്താണ് വിളി? എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ നയിക്കുക. 3 കാര്യം ഇവിടെ പറയുന്നു. ആദ്യമേ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, രണ്ടാമത് എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇടയനായിരുന്നു സംസാരിക്കുന്നത്. ഇടയനാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഇടയനായ യേശു ക്രിസ്തു പറയുകയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക. ഇടയനോടുകൂടെ നടക്കുകയാണ് പത്രോസ്. കുറച്ച് മുൻപോട്ട് നടന്നു. അത് കഴിഞ്ഞ് യേശു പത്രോസിനോട് സംസാരിച്ചു, പത്രോസിൻ്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന്. 18-ാം വാക്യം, 18-ഉം 19-ഉം. പത്രോസിനോട് യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തയിടത്ത് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നും അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. യേശു ഈ ഒരു സംഭാഷണത്തിൽ കൂടി വെളിപ്പെടുത്തുകയായിരുന്നു എങ്ങനെയായിരുന്നു പത്രോസിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്നിട്ട് യേശു പറയുകയാണ്, എന്നെ അനുഗമിക്ക. ഹല്ലേലൂയ. എല്ലാവർക്കും ഒന്ന് പറയാമോ? എന്നെ അനുഗമിക്ക. ഇന്ന് യേശു നമ്മളോട് എല്ലാവരോടും പറയുന്ന ആ ഒരു കാര്യമാണ്, എന്നെ അനുഗമിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുക എന്നുള്ള ആ ഒരു കർത്താവിൻ്റെ ആ ഒരു വിളി, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്ന ഒരു ഡയറക്റ്റീവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? പത്രോസേ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, നിന്റെ പഴയ കാലത്തെ എല്ലാം ഞാൻ ശരിയാക്കി നിന്നെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. നിനക്കിപ്പോൾ ഞാനൊരു ലക്ഷ്യം തന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ ജീവിതം എങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, നീ ഒരു കാര്യം മാത്രം ചെയ്യുക, എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് പറയുന്ന എല്ലാം ആ ഒരു കാര്യമാണ്. ദ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഹാസ് ബീൻ റിവീൽഡ്. അതാണ് ചെയ്തത് പത്രോസിന്. ദ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, എവറിത്തിങ് റിവീൽഡ്. നൗ യു ഫോളോ മീ. ഹല്ലേലൂയ. പക്ഷെ പത്രോസിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ. വായിക്കാൻ മുമ്പോട്ട് 20-21 വാക്യങ്ങൾ. അങ്ങനെ ഒന്നും മനസ്സിലാക്കണം. തിബേരിയോസ് കടൽ തീരത്ത് നടക്കുകയാണ് യേശു, കൂടെ പത്രോസ്, കുറച്ച് പുറകിലായിട്ട് യോഹന്നാനുണ്ട്. രണ്ടുപേരും നടന്നു പോകുന്നു. കുറച്ച് പുറകിലായിട്ട് യേശു വളരെ സ്നേഹിച്ച യോഹന്നാൻ. മനസ്സിലാക്കണം, പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ, ഈ 3 പേരെയും യേശു തൻ്റെ കൂടുതൽ അടുത്തേക്ക് വരുവാൻ അനുവദിച്ചു. അവരോട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി. സോ ഈ സന്ദർഭത്തിലും യേശു പത്രോസിനോടുകൂടെ സംസാരിച്ച് നടക്കുമ്പോൾ കുറച്ച് പുറകിലായിട്ട് യോഹന്നാൻ നടന്നു വരികയാണ്. അപ്പോൾ പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. 20-ാം വാക്യം. അത്താഴത്തിൽ പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ച ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവെ, ഇവൻ എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. പത്രോസിൻ്റെ കാര്യം എല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞു. യേശു പത്രോസിനോട് സംസാരിക്കുകയാണ് പത്രോസിൻ്റെ ജീവിതത്തിനെ പറ്റി. പക്ഷേ പത്രോസ് ചോദിക്കുന്നത് എന്താണ്? കർത്താവെ, ഇവൻ എന്തോ സംഭവിക്കും? There are 2 things that believers need to be very careful about. ഈ വാക്യത്തിൽ കൂടെ മനസ്സിലാക്കുന്ന 2 കാര്യങ്ങൾ. ഒന്നെന്താണെന്നറിയാമോ? ക്യൂരിയോസിറ്റി. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി അറിയാൻ ഒരു ജിജ്ഞാസ, ഒരു താല്പര്യം. ഇവൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? അല്ലെ ഇവിടെ ഇവൻ എന്തോ ചെയ്യാൻ പോകുന്നത്? ക്യൂരിയോസിറ്റി. രണ്ടാമത്തെ കാര്യം കമ്പാരിസൺ, മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുക. ഇത് രണ്ടും വിശ്വാസികൾക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് 2 കാര്യങ്ങൾ? ക്യൂരിയോസിറ്റി ആൻഡ് കമ്പാരിസൺ. നമുക്കൊന്ന് നോക്കാം അതിലേക്ക്.
22-ാം വാക്യം. അപ്പോൾ ഇവിടെ പറയുന്നു, പത്രോസ് യേശുവിനോട് സംസാരിക്കുകയാണ്. ഈ 3 വ്യക്തികളെ പറ്റി, യേശു, പത്രോസ്, യോഹന്നാൻ, ഇവരെ പറ്റി ഈ ഒരു വാക്യത്തിൽ മനസ്സിലാക്കുന്ന 2 കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. നേരത്തെ പത്രോസ് യോഹന്നാനുമായിട്ട് യേശുവുമായിട്ട് ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരുവാണ്. ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി. എന്നിട്ട് ഈ സംഭവത്തിൽ പത്രോസ് എന്തോ പറയുന്നത്, കർത്താവേ ഇവൻ എന്ത് സംഭവിക്കും? ഇതിൻ്റെ 2ന്റെ ഉത്തരം യേശുവിന് ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? യേശു 22-ാം വാക്യത്തിൽ യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. യേശു അവനോട് പറഞ്ഞത് എന്തോ ആണ്, അത് എന്തോ ആയാലും നിനക്കെന്താ അതിൻ്റെ അത് കാര്യം? ഹലോ, കർത്താവ് ഇന്ന് നമ്മളോടും പറയുന്നത് ഇത് തന്നെയാ. വല്ലവൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുന്നെങ്കിൽ അത് നിനക്കെന്താ കാര്യം? നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്യൂരിയോസിറ്റി ആൻഡ് കമ്പാരിസൺ. ദൈവമക്കളെ, ഇത് 2ഉം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നിനക്കതിൽ എന്ത് കാര്യം? നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. അത് ചിലപ്പോൾ മുഖത്തടി കിട്ടിയ പോലെ അല്ലയോ? കർത്താവ് നേരെ പറയാം, നിനക്കെൻ്റെ അകത്ത് എന്ത് കാര്യം? നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കാര്യം ക്യൂരിയോസിറ്റി. ആവശ്യമില്ലാത്തടത്തെല്ലാം ചെന്ന് നമ്മുടെ മൂക്കൊന്ന് എത്തിക്കുക. അവരെന്താ സംഭവിക്കുന്നത്, എന്താണെന്ന് അറിയാനൊരു താല്പര്യം. നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13:21 മുതൽ 25 വരെ, യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നു. അവരുടെ കാലുകളൊക്കെയും കഴുകി. അത് കഴിഞ്ഞ് യേശു അവരോട് സംസാരിച്ചപ്പം പറഞ്ഞു, നിങ്ങൾ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് സഡൻലി യേശു പറയുകയാണ്. അപ്പോൾ യോഹന്നാൻ യേശുവിനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പത്രോസും ഉണ്ട് ആ ടേബിളിൽ ഒരു സൈഡിലുണ്ട്. പത്രോസിന് അപ്പോൾ ഒരു എക്സ്ട്രാ വേണം. പത്രോസിന് എപ്പോഴും ഇതിൻ്റെ അകത്തെ ഒരു ഇച്ചിരി ന്യൂസ് അറിയണം. യേശു പറഞ്ഞു, നിങ്ങൾ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കും. പക്ഷെ പത്രോസ് അങ്ങ് റെസ്റ്റ്ലെസ് ആയി, അറിയണം അതാരാണെന്ന്. അപ്പം പത്രോസ് ചെറിയ ആംഗ്യം കാണിച്ചു, യോഹന്നാനെ നീ ചോദിക്ക്. നമ്മൾ ചിലപ്പോൾ ഒക്കെ അങ്ങനെ ഇല്ലയോ? എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞെങ്കിൽ ഒരു എക്സ്ട്രാ അതിൻ്റെ അകത്തെ ഒരു ഇന്നർ ഇൻഫർമേഷൻ, ഒരു സ്പൈസ്, ഗോസിപ്പ്. അപ്പം നീ ചോദിക്ക്. നേരെ ചോദിക്കത്തില്ല, വേറെ ആരെയും കൊണ്ടെങ്കിലും ചോദിപ്പിക്കും. അതാണ് പത്രോസ് യോഹന്നാൻ. നീ ചോദിക്കുക. ഇവിടെ നോക്കിയാൽ എങ്ങനെ പറയുന്നത്? ജോൺ 13:21-25. ഇത് യേശു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. ഇതാരെക്കുറിച്ച് പറയുന്നെന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിനോട് നെഞ്ചോട് ചാഞ്ഞു, കർത്താവേ അതാർ എന്ന് ചോദിച്ചു. നമ്മളും പലപ്പോഴും ഇതുപോലെയല്ലേ? കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽസ് കിട്ടുക, കുറച്ചുകൂടെ ഒരു വിഷയത്തെപ്പറ്റി അറിയുക. എന്നാൽ ചോദിക്കേണ്ടത് ആവശ്യമുണ്ട്, അത് യഥാർത്ഥമായിട്ട് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ടോ? കർത്താവിനെ പിൻപറ്റി ഞാൻ അനുഗമിക്കുന്ന ഞാൻ യഥാർത്ഥമായിട്ട് എൻ്റെ ഇടയനെ അനുഗമിക്കുന്നുവെങ്കിൽ വേറൊരു കുഞ്ഞാടിൻ്റെ ജീവിതത്തിൽ എന്തോ നടക്കുന്നതെന്ന് ഒരു ഇച്ചിരി എക്സ്ട്രാ ക്യൂരിയോസിറ്റി ആവശ്യമുണ്ടോ? എൻ്റെ കുഞ്ഞാടെ, നീ നിൻ്റെ ഇടയനെ നോക്കി മുമ്പോട്ട് നീങ്ങുക. മറ്റേ കുഞ്ഞാട് അവനെന്തോ സംഭവിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ? പലപ്പോഴും പല വിശ്വാസികളും മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിച്ച് സ്വന്തം കാര്യം നോക്കാതാണ് ജീവിക്കുന്നത്. കർത്താവ് പറയുന്നത് എന്താ? നിനക്കതിൽ എന്ത് കാര്യം? നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് താരതമ്യപ്പെടുത്തുകയാണ്. യേശു പത്രോസിനോട് സംസാരിക്കുന്നു, അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. പത്രോസ് ഇതെല്ലാം മനസ്സിലായി. എന്നാൽ തോക്കുമ്പോൾ കൂടെ വേറൊരാളൂടെ വരുന്നുണ്ട്, യോഹന്നാൻ. അപ്പോൾ ഒരു താല്പര്യം, എനിക്കറിയാം എനിക്കിതാ സംഭവിക്കാൻ പോകുന്നത്, പക്ഷെ ഇവനെന്തോ സംഭവിക്കും. അതായത് കമ്പയർ ചെയ്യുക, ഞാനും അവനുമായിട്ട് എന്തോ ആണ് നടക്കാൻ പോകുന്നത്. ഒരു കമ്പാരിസൺ. ഉദാഹരണത്തിന് സ്കൂളിലൊരു എക്സാം എഴുതി, ഞാൻ തോറ്റു. പക്ഷേ ഒരു കമ്പാരിസൺ, അവൻ ജയിച്ചോ, അവൻ തോറ്റെങ്കിൽ ഞാൻ ഹാപ്പി. എന്ത് കാര്യം? വല്ല ആവശ്യമുണ്ടോ? ഞാനോ ജയിച്ചില്ല, പക്ഷെ അതിനേക്കാളും സന്തോഷം അവൻ ജയിച്ചില്ല എന്നുള്ളതിനകത്താണ്. ഇതാ ദൈവമക്കൾ ഇന്ന് നമ്മൾ യഥാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടത് എന്താണ്? കർത്താവ് എന്നെ എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ അതിനേക്കാളും താല്പര്യം അവൻ എന്നെക്കാളും മുമ്പോട്ട് പോയോ ഇല്ലയോ എന്നുള്ളതാണ്.
യേശു ഇവിടെ പറയുന്നു, പത്രോസ് ചോദിച്ചു, കർത്താവേ ഇവനെന്ത് സംഭവിക്കും? യേശു പറയുന്നു, അതിന് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. അന്നും ഇന്നും ദൈവ മക്കളോട് കർത്താവ് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിനക്കിതിൻ്റെ അകത്ത് എന്ത് കാര്യം? നീ എന്നെ അനുഗമിക്കുക. ഐ എം യുവർ ഷെപ്പേർഡ്, യു ആർ മൈ ഷീപ്പ്, യു ഫോളോ മീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ആവശ്യമാണ്, നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ പലപ്പോഴുള്ള ചിന്തകൾ, നമ്മുടെ ഇൻസെക്യൂരിറ്റീസ്, അത് കാരണം നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്ത് തുടങ്ങും. നമ്മളെപ്പോഴും ഒരു കമ്പാരിസണാണ് മറ്റുള്ളവരുമായിട്ട്. എൻ്റെ ജീവിതം എങ്ങും എത്തിയിട്ടില്ല, ഇന്ന് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയി, ഞാൻ എല്ലായിടത്തും ഇപ്പോൾ എങ്ങും എത്തിയിട്ടുമില്ല, ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ വിചാരിച്ച പോലെ ഗുണമുണ്ടായിട്ടില്ല, എന്നാൽ മറ്റുള്ളവരെല്ലാം എന്നെക്കാളും മുൻപോട്ട് കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു, ഒരു രീതിയിലും എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ആയിട്ടില്ല എന്നുള്ളൊരു ചിന്ത. അതുപോലെ ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ വേറൊരാൾക്ക് പ്രൊമോഷൻ കിട്ടി, പക്ഷെ എനിക്ക് കിട്ടിയില്ല, ഉടനെ കമ്പാരിസൺ. അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ ഞാനായിരിക്കും അവിടെ നിന്ന് വിചാരിച്ചു, പക്ഷെ വേറൊരാൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് പാസ്റ്റർ ആക്കിയത്, അപ്പോഴും കമ്പാരിസൺ. യഥാർത്ഥമായിട്ട് നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഉള്ളിൽ നമുക്ക് തന്നെ നമ്മളൊന്നും അല്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുകയും അത് നമ്മളെ മുൻപോട്ട് പോകുന്നതിൽ നിന്ന് നമ്മളുടെ ബലം ക്ഷയിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് ആരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല. ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമാണ്. നിങ്ങൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന കാര്യങ്ങൾ, വേറൊരു വ്യക്തിയുടെ ജീവിതം അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ you can never compare two people like that. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ സ്കൂളിൽ എങ്ങനെയാണ്, അവൻ എന്നെക്കാളും ബെറ്റർ ആണോ, അതോ ഞാൻ അവനേക്കാളും ബെറ്റർ ആണോ? എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് വാട്ട് ഹാപ്പൻസ്, വാട്ട് ഈസ് റിസൾട്ട്? ഒരു സന്തോഷവുമില്ല, ഒരു സമാധാനവുമില്ല, അല്ലേ? അതിന് പകരം ദൈവം എനിക്കായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് ഞാൻ എൻ്റെ ഇടയനെ അനുഗമിച്ച് ജീവിക്കുമ്പോൾ, എൻ്റെ ഇടയൻ എനിക്കായിട്ട് തന്നിരിക്കുന്ന ഈ ജീവിതം, എൻ്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന വിളി, എൻ്റെ ഇടയൻ തന്നെ അതിൻ്റെ പൂർണ്ണതയോളം എത്തിച്ചോളൂ എന്നുള്ള വിശ്വാസം നമ്മളിലുളവാകും. ഹല്ലേലൂയ. അതാണ് നമുക്ക് ആവശ്യം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിന്റെ വർഷങ്ങൾ അനേകം കഴിഞ്ഞുപോയി. നീ ചിലപ്പോൾ വീട്ടിലിരിക്കുകയായിരിക്കാം, പല വർഷങ്ങളായിട്ട് ജോലി ചെയ്യാതെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുവാൻ. പക്ഷെ നീ ഇന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇത്രയും വർഷം വേസ്റ്റായി പോയോ, ഞാൻ എങ്ങും എത്തിയില്ലയോ? ഞാൻ പറയട്ടെ, ഇന്ന് നീ ആയിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അവിടെയും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് നിന്നെ കൊണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ എൻ്റെ എല്ലാം ഇത്രയും എൻ്റെ കമ്പയർ ചെയ്യുന്നത്, എന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ നല്ല കാലം കഴിഞ്ഞു പോയി, ഇനിയും ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്ന, എനിക്കൊന്നും നല്ല ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. സോ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് സംബഡി എൽസ്. ഉദാഹരണത്തിന്, കരിയറിൽ എല്ലാ വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. അതേസമയം നിങ്ങളൊരു ബ്രേക്ക് എടുത്തിട്ട് വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കി വളർത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സഡൻലി ആ വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെക്കാളും ഭേദമാണെന്ന് ചിന്തിക്കുന്ന കാര്യമില്ല. നമ്മൾ എന്താണ് നമ്മളോട് ചോദിക്കേണ്ടത്? എന്താണ് ദൈവം എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിച്ചത്? അത് ഞാൻ നിറവേറ്റിയോ? എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ആകുമായിരുന്നതിനേക്കാളും ഭേദമായോ അവരുടെ ജീവിതം? അങ്ങനെ ആയെങ്കിൽ ദൈവ പൈതലെ ഞാൻ പറയട്ടെ, നീയും യു ആർ ബെറ്റർ ഓർ ഈവൻ ബെസ്റ്റ് ഓർ ഈവൻ ബെറ്റർ ദാൻ ദ അതർ പേഴ്സൺ. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ അങ്ങനെ താരതമ്യപ്പെടുത്തരുത് മറ്റുള്ളവരുമായിട്ട്. കർത്താവ് അത് ആഗ്രഹിക്കുന്നേ ഇല്ല. ഇവിടെ പത്രോസ് തന്നെ യോഹന്നാനുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുമായിരുന്നു. ഇവനെന്ത് സംഭവിക്കും കർത്താവേ? എൻ്റെ മനസ്സിലായി, പക്ഷെ ഇവനെന്ത് സംഭവിക്കും? കർത്താവ് പറയുവാണ്, അതിന് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ there should not be any comparison നമ്മളുടെ ജീവിതത്തിൽ. യേശു പറയുന്നു, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെ താരതമ്യപ്പെടുത്തരുത്. ഉദാഹരണത്തിന്, നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 5 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഒരു രീതിയിലായിരുന്നായിരിക്കാം. പക്ഷെ ഇന്ന് നമ്മളെ ദൈവം വേറൊരു കാര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുമായിരിക്കാം.
അപ്പോൾ ഇന്ന് നമ്മളായിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് 5 വർഷം മുമ്പ് ഇതിനേക്കാളും നല്ലതായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിലായിരുന്നു നമ്മൾ പോകുന്നത്, പക്ഷേ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, സന്തോഷമില്ല. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? വീണ്ടും നമ്മളുടെ സന്തോഷം പോവുകയാണ്. നമ്മൾ യഥാർത്ഥമായിട്ട് ചോദിക്കേണ്ടത്, ഇന്ന് ദൈവം എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്താണോ ഞാൻ? അത് ഞാൻ നല്ലതുപോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് എന്നെ എവിടെയാണ് ദൈവമാക്കിയിരിക്കുന്നത്? എന്ത് കാര്യത്തിലാണ് ദൈവമാക്കിയിരിക്കുന്നത്? അതൊരു മിനിസ്ട്രി ആകാം, അത് ഭവനത്തിലെ റെസ്പോൺസിബിലിറ്റി ആകാം, ഓഫീസിലെ റെസ്പോൺസിബിലിറ്റി ആകാം. അത് മനസ്സിലാക്കുക. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ? അത് ഞാൻ ശരിക്കും നിറവേറ്റുന്നുണ്ടോ? അതിൽ കൂടി സംതൃപ്തരാകുക, സന്തോഷവാനാകുക. അങ്ങനെയുള്ള ആകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ട് കർത്താവിനെ അനുഗമിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇരുന്നുകൊണ്ട് എൻ്റെ പഴയ കാലം ഇതിനേക്കാളും നല്ലതായിരുന്നു, ഇന്ന് ഞാൻ അത്രയൊന്നും അല്ല എന്ന് ചിന്തിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഡോണ്ട് ഡ്വെൽ ഓൺ യുവർ പാസ്റ്റ്. അത് വെദർ ഇറ്റ് ഈസ് യുവർ പാസ്റ്റ് ഗ്ലോറി ഓർ ഇറ്റ് ഈസ് യുവർ പാസ്റ്റ് ഫെയിലിയേഴ്സ്, രണ്ടും നല്ലതല്ല. അതിന് പകരം ഇന്ന് കർത്താവ് എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഞാൻ എങ്ങനെയായിരിക്കുന്നു? മുൻപോട്ട് എന്താണ് ദൈവം എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ഗോഡ്സ് കോൾ ഓൺ മൈ ലൈഫ്? വാട്ട് ഈസ് ഗോഡ്സ് പർപ്പസ് വിത്ത് മൈ ലൈഫ്? അത് മനസ്സിലാക്കി അതിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഒരിക്കലും ക്രൂശിൻ്റെ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? ദ പാസ്റ്റ് ഈസ് ടേക്കൺ കെയർ ഓഫ്. ഓക്കെ, ദ പ്രസന്റ് ഈസ് അറ്റ് ദ ക്രോസ്, ദ ഫ്യൂച്ചർ ഈസ് ഫ്രം ദ ക്രോസ്. ഇന്ന് ഞാൻ ക്രൂശിന്റെ മുൻപിൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണ്, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു ദൈവ പൈതലാണ്. നാളെ ഞാൻ കർത്താവിൽ കൂടി വളർന്ന് നിത്യതയിലേക്ക് നീങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കമ്പാരിസൺ ആൻഡ് ക്യൂരിയോസിറ്റി ആർ 2 things that have to stop in a believer's life. ഒരിക്കലും ഈ 2 കാര്യങ്ങൾ ചെയ്യരുത്. ഡോണ്ട് ബി ടു ക്യൂരിയസ് അബൌട്ട് അതർ പീപ്പിൾസ് ലൈഫ്. നമ്മളെല്ലാവരും കുഞ്ഞാടുകളാണ്, ഇടയനെ അനുഗമിക്കുകയാണല്ലേ. മറ്റു കുഞ്ഞാടിനെ നോക്കണ്ട, നീ ഇടയനെ നോക്ക്. എന്നിട്ട് ഇടയനെ അനുഗമിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. വേറെ കുഞ്ഞാടിനെ നോക്കിയാൽ നീ ആ വഴിക്കങ്ങ് പോകും. പക്ഷേ ഇടയനെ നോക്കി പോയാൽ അവസാനം ഇടയൻ നയിച്ച് നമ്മളെ എത്തിക്കുന്നിടത്ത് നമുക്ക് എത്തുവാനും സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയും, നമുക്കൊന്നും ചിന്തിക്കാം. യേശു നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടെ നമുക്ക് ഒരുമിച്ച് പറയാമോ? അത് നിനക്കെന്ത്? പറഞ്ഞാട്ടെ, നീ എന്നെ അനുഗമിക്ക. ഹല്ലേലൂയ. എപ്പോഴും വീട്ടിൽ എപ്പോഴും ഇരിക്കുമ്പോൾ സഡൻലി ഒരു ക്യൂരിയോസിറ്റിയോ കമ്പാരിസണോ വരുവാണെന്ന് പറയുന്നത്, ഇത് വാക്ക് ഓർത്തോണം കേട്ടോ. കർത്താവ് നേരെ പറയാം, അത് നിനക്ക് എന്താ അതിൻ്റെ അത് കാര്യം? നീ എന്നെ അനുഗമിക്കുക. വേണേ ഒന്ന് എഴുതി വെച്ചോ, ഫ്രണ്ടിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വീട്ടിൽ. അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. വാട്ട് ഈസ് ഇറ്റ് ടു യു? യു ഫോളോ മീ. കാരണം എന്താണെന്നറിയാമോ? സാത്താൻ കൊണ്ടുവരും ചിലപ്പോൾ ഈ ചിന്തകൾ. ഇങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചോണ്ടിരിക്കുക, അയ്യോ നീ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇങ്ങനെ എത്തിയിട്ടില്ലോ. നേരെ എഴുതാൻ, അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. കർത്താവ് പറയുകയാണ്, then it will stop. No more curiosity, no more comparison. Only thing Jesus says is, you follow me. എങ്ങനെയാണ് കർത്താവെ അനുഗമിക്കുന്നത്? 1 യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം. John 10:27. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. എന്താണ് യേശു പറഞ്ഞത്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അറിയുകയും ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന് യേശു പറയുന്നു. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് എന്താണ്? യേശുവിൻ്റെ ശബ്ദം കേൾക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിൽ പല ശബ്ദങ്ങളുണ്ട്. സാത്താൻ്റെ ശബ്ദമുണ്ട്, മനുഷ്യരിൽ കൂടെ സംസാരിക്കും. ആ ശബ്ദമൊന്നും കേൾക്കാനല്ല കർത്താവ് പറയുന്നത് ഇവിടെ. നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ഇടയനെ അനുഗമിക്കുന്ന ആടുകളാണെങ്കിൽ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ ആടുകളാണെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കേൾക്കുന്നത്? തൻ്റെ വചനത്തിൽ കൂടി, താൻ ദൈവദാസന്മാരിൽ കൂടി സംസാരിക്കുന്നതിൽ കൂടി നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. എന്നിട്ട് ആ വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് യേശുവിനെ അനുഗമിക്കുന്നത്. അതിന് പകരം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥമായിട്ട് യേശുവിനെ അനുഗമിക്കുകയല്ല. നിങ്ങളൊരു ചർച്ച് സർവീസിൽ വന്നിരിക്കാം, പക്ഷേ അവിടെ ദൈവദാസനിൽ കൂടെ ദൈവം സംസാരിക്കും. പക്ഷെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായിട്ടൊന്നും കേൾക്കുന്നുമില്ല, കർത്താവിനെ അനുഗമിക്കുന്നുമില്ല.
If you are coming to church and listening to a message, and within 1 hour if you have forgotten that message, that means your heart is hard. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ചർച്ചിൽ വന്നിട്ട് ഇവിടെ വന്ന്, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും ബൈബിൾ കൊണ്ടുവരിക, നോട്ട്ബുക്ക് കൊണ്ടുവരിക. എന്തിനാണ്? സംസാരിക്കുന്നത് കേൾക്കുക, അതേ സമയത്ത് എഴുതുക. അപ്പം എന്താണ്? ഇയേഴ്സ്, ഐസ്, ഹാൻഡ്സ് അല്ലേ? എല്ലാം പ്രവർത്തിക്കുകയില്ലയോ? അതിനൊരു ഉദ്ദേശമുണ്ട്. സെൻസിങ്. നമ്മൾ പല ഇൻപുട്ട് രീതിയിൽ സെൻസ് ചെയ്യുകയാണ്. യു ആർ സീയിങ്, യു ആർ ഹിയറിങ്, യു ആർ റൈറ്റിംഗ്. സോ യുവർ മൈൻഡ്, യുവർ ഹാർട്ട്, എവറിത്തിങ് ഈസ് വർക്കിംഗ്. അതിന് പകരം ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള, എത്ര കേട്ടിട്ടുള്ള, ഇവിടുന്ന് പോയി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാൽ ഇന്ന് എന്താ സംസാരിച്ചതെന്ന് പോലും അറിയത്തില്ല. എന്താ സംഭവിച്ചത്? ഹൃദയകാഠിന്യം. കർത്താവ് പറയുന്നത് എന്താണ്? എബ്രായർ 3:7-8 വാക്യങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, ഹീബ്രൂസ് 3:7-8, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. കർത്താവിൻ്റെ ശബ്ദം, അതായത് നമ്മുടെ ഇടയൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. ഓരോ പ്രാവശ്യം നമ്മൾ ചർച്ചിൽ വന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലൊരു മാറ്റം ഉണ്ടാക്കണം. കഠിന ഹൃദയമായാലുണ്ടല്ലോ ആ വാക്കുകൾക്ക് ഒരു മാറ്റവും നമ്മൾ ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് പ്രാപിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം വരുത്തുന്നത്? ഹൃദയകാഠിന്യം എന്ത് പറ്റും? അതുകൊണ്ട് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. ദൈവത്തെ അനുഗമിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ കൊണ്ടാക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, യേശു ആദ്യമേ പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഒരു പ്രത്യേകതയുണ്ട് യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക്. എന്താണെന്നറിയാമോ? യേശു അവരെ അറിയും. There is an attestation that comes from Jesus in the lives of those who hear him and obey him. ദൈവം നിങ്ങളെ അറ്റസ്റ്റ് ചെയ്യും. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവ് വെളിപ്പെടുത്തും. യേശുവിനെ പറ്റി ദൈവം പറഞ്ഞ പോലെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വന്ന്, എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എന്തുകൊണ്ടാണ്? ഇവൻ എൻ്റെ ഹിതം ചെയ്യുന്നു, ഇവൻ എൻ്റെ ഹിതം അറിയുന്നു. അതുപോലെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് അതിനെ അനുസരിച്ച് കർത്താവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിലും there is an attestation that comes from God. You will be attested before others. നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, നിങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ബിസിനസ്സുകളിൽ there is a seal that comes from God, which is his attestation, his power, his glory manifested in you. എപ്പോഴാണ് സംഭവിക്കുന്നത്? യഥാർത്ഥമായിട്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ. മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്, ഐ നോ ദം ആൻഡ് ദേ ഫോളോ മീ. ജീസസ് ഷുഡ് ബി ഏബിൾ ടു ടെൽ അബൌട്ട് ഈച്ച് വൺ ഓഫ് us that he knows us. എന്താണ് പറയുന്നത്? എനിക്ക് അവനെ അറിയാം. I know David son of Jesse, he is a man after my own heart. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ ഇടയാകണം. ദാവീദിനെ എനിക്കറിയാം. അതുപോലെ നമ്മളെപ്പറ്റി we should be able to say, I know them and they follow me. ഹല്ലേലൂയ. അടുത്തതായിട്ട് എങ്ങനെയാണ് യേശുവിനെ അനുഗമിക്കുന്നത്? വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 16:24 മാത്യു 16:24. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു എന്താണ് പറയുന്നത്? ഒരാൾ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെത്താൻ ത്യജിക്കണം. എന്താണ് പറയുന്നത്? യു ഹാവ് ടു ഡിനൈ യുവർ സെൽഫ്. എന്നിട്ട് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് ദൈവ മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഡിനൈയിങ് അവർ സെൽഫ്. എൻ്റെ സെൽഫിനെ ഡിനൈ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അതായത് എനിക്ക് വേണ്ടിയ പ്ലഷേഴ്സ്, എൻ്റെ ഹാബിറ്റ്സ്, എൻ്റെ ബിഹേവിയേഴ്സ്, എൻ്റെ കയ്യിലിരിപ്പ്, എൻ്റെ പഴയ കാര്യങ്ങൾ, സ്വഭാവങ്ങൾ, ബന്ധനങ്ങൾ, ഇതിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് ചോദിച്ചാൽ എല്ലാവരും വിശ്വാസികളാണ്. കുറച്ചുകൂടെ ഉള്ളിലോട്ട് ചോദിക്കേണ്ടതുണ്ട്, എന്തിലാണ് വിശ്വസിക്കുന്നത്? നീ യഥാർത്ഥമായിട്ട് നിൻ്റെ പഴയ ജീവിതം നീ വിട്ടു വന്നിട്ടുണ്ടോ? നീ ഒരു വേർപെട്ട ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ദൈവമക്കൾ യഥാർത്ഥമായിട്ട് വേർപെട്ട് വന്നിട്ടില്ലെങ്കിൽ
യു ആർ നോട്ട് ഡിനൈയിങ് യുവർ സെൽഫ്. യു ആർ ഹാവിങ് ഗുഡ് ഓഫ് ബോത്ത് വേൾഡ്സ്. രണ്ട് ലോകത്തിൻ്റെയും നല്ലത് നിങ്ങൾക്ക് അനുഭവിക്കുക. അവിടുത്തെയും വേണം, ഇവിടുത്തെയും വേണം. ഈ ലോകത്തിലെ സുഖവും വേണം, സ്വർഗരാജ്യത്തിൻ്റെ സുഖവും വേണം. അങ്ങനെ പറ്റത്തില്ല. ഡിനൈയിങ് യുവർ സെൽഫ് ഈസ് സേയിങ് നോ ടു ദിസ് വേൾഡ് ആൻഡ് ദ പ്ലഷേഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, ഈ ലോകത്തിൻ്റെ പ്രതാപം, ഈ ലോകത്തിൻ്റെ പാപം, ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങൾ, ഈ ലോകത്തിൻ്റെ സ്വഭാവങ്ങൾ, എല്ലാത്തിനോടും നോ പറയുകയാണ്. പാരമ്പര്യം, പഴയ കാര്യങ്ങൾ, ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് കർത്താവിനെയും സ്വർഗരാജ്യത്തിൻ്റെ കാര്യങ്ങളും മാത്രമാണ്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ഡിനൈയിങ് യുവർ സെൽഫ്. കാരണം ഈ ഉള്ളിലെ സെൽഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ ജഡികമായ സ്വഭാവമാണ്. അത് പിന്നെയും പിന്നെയും പൊങ്ങി വരും. അതെപ്പോഴും എന്നെ തന്നെ മഹത്വപ്പെടുത്താൻ നോക്കും. എൻ്റെ ജഡികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, എൻ്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് വേണം. പക്ഷേ യേശു പറയുന്നത് എന്താണ്? നിനക്ക് എന്നെ അനുഗമിക്കണമെങ്കിൽ തന്നെ താൻ ത്യജിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നു. ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ, വിശ്വാസികളെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത ഒരു കാര്യം ഇതാണ്: നോ ട്രൂ സെപ്പറേഷൻ ഫ്രം ദ വേൾഡ്. നമ്മൾ യഥാർത്ഥമായിട്ട് ലോകത്തിൽ നിന്ന് വേർപെട്ട് വന്നിട്ടില്ല. വേർപെട്ട് വരിക എന്ന് പറയുന്നത് നിങ്ങളൊരു പുതുജീവൻ അല്ലെ പ്രാപിച്ച ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ പഴയ ജീവനിൽ നിന്ന് പുറത്തു വരേണ്ടത് ആവശ്യമാണ്. പഴയ രീതികൾ, പഴയ പാരമ്പര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം പുറത്തു വരേണ്ട ആവശ്യമാണ്. എന്നിട്ട് കർത്താവ് എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ടാമതായിട്ട് വേർപെട്ട് വരേണ്ട ആവശ്യമാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് യേശു പറയുന്നു, നിന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനൊന്നും എനിക്ക് യോഗ്യനല്ല എന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ദാറ്റ് ഈസ് വേർ യുവർ കോൾ ഈസ്. ദാറ്റ് ഈസ് വേർ യുവർ പർപ്പസ് ഈസ്. യേശു എന്താണ് പത്രോസിനോട് പറയുന്നത്? പത്രോസേ, നീ മറ്റുള്ളവൻ്റെ കാര്യം നോക്കണ്ട. നീ നോക്കേണ്ടത് എന്താണ്? നീ അറിയാൻ ആഗ്രഹിക്കേണ്ടത് എന്താണ്? ദൈവമേ, അങ്ങേക്ക് എൻ്റെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം എന്തോ ആണ്? അങ്ങേക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങ് വെച്ചിരിക്കുന്ന വിളി എന്താണ്? അത് മാത്രം അറിയുക. അതിന് കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് കർത്താവിനെ അനുഗമിക്കുക. ഡോണ്ട് കമ്പയർ. ഡോണ്ട് ബി ക്യൂരിയസ് അബൌട്ട് അതേഴ്സ്. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരെ പറ്റി അറിയാൻ കൂടുതൽ ജിജ്ഞാസ വേണ്ട. മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തുകയും വേണ്ട. കർത്താവിനോട് ചോദിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്: കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് അങ്ങയുടെ ഉള്ള ഉദ്ദേശം? എന്താണ് കർത്താവേ അങ്ങ് എൻ്റെ മേൽ വെച്ചിരിക്കുന്ന വിളി? എന്നിട്ട് അത് ഫുൾഫിൽ ചെയ്യുവാനായിട്ട് അങ്ങയുടെ കൃപ എനിക്ക് തരണമേ. അത് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയാകുമ്പോൾ യേശുവിനെ അനുഗമിക്കുവാൻ നമ്മൾ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ യേശുവിൻ്റെ ശബ്ദം നമ്മൾ കേട്ട് തുടങ്ങും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ യേശു പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ത്യജിക്കുവാൻ കഴിയും. എന്നിട്ട് ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുവാനും കഴിയും. ഹല്ലേലൂയ. അടുത്തതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 12-26 വാക്യം. യേശു ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ജോൺ 12:26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനെ വിധിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. If anyone serves me, let him follow me, and where I am, there my servant will also be. If anyone serves me, him my Father will honor. ഇന്നെല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ഐ എം സെർവിങ് ഗോഡ്, ഐ എം ഇൻ മിനിസ്ട്രി ചെയ്യുക, സെർവ് ചെയ്യുക. പക്ഷേ ഈ സെർവിങ്ങിനും മിനിസ്ട്രിക്ക് മുമ്പ് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യു ഫോളോ മീ. ഫോളോയിങ് കംസ് ബിഫോർ സെർവിങ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സെർവിങ് ഡസൻറ്റ് കം ബിഫോർ ഫോളോയിങ്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു ചെയ്യുന്നു എന്ന് പറയുന്നവരെ ആദ്യമേ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: Am I focusing more on serving or on following? Following should be first and then serving should come. ആദ്യമേ കർത്താവിനെ അനുഗമിക്കുക. ഈ കേട്ടതുപോലൊക്കെയും കർത്താവിൻ്റെ ഹിതം അറിഞ്ഞ് കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെർവിങ്ങിന് ഇറങ്ങുക. ഇവിടെ പറഞ്ഞതെന്തുവാണ്? യേശു എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ.
ആദ്യമേ അനുഗമിക്കുക, പിന്നെ ശുശ്രൂഷ ചെയ്യുക. സോ ഡോണ്ട് ബി ക്വിക്ക് ടു സെർവ് unless you are sure you are following him. To follow him means to deny yourself. To follow him means to obey his voice, to listen to his voice and obey it. To follow him means to take up the cross daily. Hallelujah. Then you can serve him. ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം ഈ ദിവസങ്ങളിൽ. കർത്താവിൻ്റെ ആദ്യത്തെ കൽപ്പന നമ്മളോട് എന്താണ്? എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. അതിനു മുൻപേ കർത്താവ് പറയുന്നു, നീ ആരെയും പറ്റി താരതമ്യപ്പെടുത്തണ്ട നിന്നെ തന്നെ. അതിന് നിനക്കെന്ത്? ലിവ് ഇറ്റ്, യു ഫോളോ മീ. ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും യേശു ചോദിക്കുന്നത് അതാണ്. ദൈവ പൈതലേ, നീ നിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. Never compare yourself with anyone. Your life is your life. That person's life is his life or her life. രണ്ടും വ്യത്യസ്തമാണ്. നിന്റെ സാഹചര്യങ്ങൾ, നീ കടന്നു പോകുന്ന അവസ്ഥകൾ വ്യത്യസ്തമാണ്. എന്നാൽ നിന്നോട് കർത്താവ് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, മറ്റുള്ളൊരു കാര്യം നിനക്കെന്ത്? അത് വിടുക, നീ എന്നെ അനുഗമിക്കുക. ആരോടാ പറഞ്ഞത്? തന്നെ തള്ളി പറഞ്ഞ പത്രോസിനോട്. നമ്മളും ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, തോറ്റുപോയിട്ടുണ്ടായിരിക്കാം, വീണു പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ജീസസ് ഈസ് ടെല്ലിങ് യു, യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ ക്ലീൻ സ്ലേറ്റ് ടുഡേ. ഹല്ലേലൂയ. ഇന്ന് നിനക്കൊരു പുതിയ അധ്യായം തുടങ്ങാം. നീ കഴിഞ്ഞ ആഴ്ചയും തോറ്റുപോയിരിക്കാം, ഇന്നലെയും വീണു പോയിരിക്കാം. പക്ഷെ കർത്താവ് ഇന്ന് നിന്നോട് പറയുന്നു, ഇന്ന് നിനക്കൊരു പുതിയ രീതിയിൽ തുടങ്ങുവാൻ കഴിയും. ഡോണ്ട് ഡ്വെൽ ഓൺ യുവർ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി കൂടുതൽ ഇനി ചിന്തിക്കേണ്ട. ഇറ്റ് ഡസന്റ് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. If you come to the cross and to Jesus, he decides your future. അതുകൊണ്ട് ഇന്ന് നീ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം ഇതാണ്: കർത്താവേ, അങ്ങന്റെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? അങ്ങന്റെ ജീവിതത്തിന്റെ മേൽ വെച്ചിരിക്കുന്ന വിളി എന്താണ്? ആ വിളിയിലേക്ക് എന്നെ നടത്തണമേ, ആ ഉദ്ദേശത്തിലേക്ക് എന്നെ നയിക്കണമേ. അത് നിറവേറ്റുവാനായിട്ട് എന്നും അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, ആ ശബ്ദത്തെ അനുസരിക്കുവാൻ, ഈ ലോകത്തെ മേലെ ത്യജിച്ച് കർത്താവേ പൂർണ്ണമായിട്ട് അങ്ങേക്കായിട്ട് ജീവിക്കുവാൻ, ഓരോ ദിവസവും അങ്ങ് എനിക്കായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ക്രൂശ് എടുത്ത് അങ്ങേ അനുഗമിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. എബ്രായർ 12:1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും സാക്ഷികളുണ്ട്, അനേകർ നമുക്ക് മുൻപേ പോയവർ. എബ്രായർ 11 അതാണ് കാണുന്നത്. നമുക്ക് മുൻപേ പോയവർ വിശ്വാസത്തോടെ അവരുടെ ഇടയന്മേൽ ദൃഷ്ടി വെച്ച് മുൻപോട്ട് പോയവരാണ്. അവരുടെ ഓട്ടം തികച്ചു. അവരാണ് നമ്മൾക്ക് സാക്ഷികളായിട്ട് നിൽക്കുന്നത്. വചനം നമ്മളോട് പറയുന്നു, ആകയാൽ നമ്മുടെ മുൻപേ സാക്ഷികൾ പോയിരിക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. 2 വാക്യം: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. ലുക്ക് അറ്റ് ദ ഷെഫേർഡ് ആൻഡ് നോട്ട് ദ ഷീപ്പ്. ഞാൻ വീണ്ടും പറയട്ടെ, മുൻപോട്ടുള്ള ഓട്ടത്തിൽ നമ്മളുടെ നായകനായ യേശുവിനെ മാത്രം നോക്കുക, വേറെ ആരെയും നോക്കരുത്. Every sheep has a life of their own. Look at the shepherd and never the sheep. Hallelujah. ഞാൻ നോക്കുന്നത് എൻ്റെ ഇടയനെ മാത്രമാണ്, മറ്റൊരു ആട്ടിൻകുട്ടിയെ അല്ല. ഞാനും എൻ്റെ ഇടയനെ മാത്രം നോക്കി മുൻപോട്ട് പോകുന്ന ഒരു ആട്ടിൻകുട്ടിയാണ്. കർത്താവേ, അവനെന്ത് ഇവനെന്ത്, ഇതൊന്നും വേണ്ട, നിനക്കെന്തെന്നാ കർത്താവ് ചോദിക്കുന്നത്? നീ എന്നെ അനുഗമിക്കുക, നീ നിന്റെ ദൃഷ്ടി എൻ്റെ മേൽ വെക്കുക, എൻ്റെ ശബ്ദം കേൾക്കുക, എന്നെ പിൻപറ്റി ജീവിക്കുക, എന്നെ സേവിക്കുക. നിന്റെ ജീവിതം കൊണ്ട് എനിക്ക് ഉദ്ദേശമുണ്ട്. കർത്താവ് പറഞ്ഞു, പത്രോസേ, നിന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? നീ ആടുകളെ മേയ്ക്കും. കർത്താവ് വീണ്ടും പറഞ്ഞു, നിന്റെ അവസാനം ഇങ്ങനെയായിരിക്കും. It is all clear before the Lord and he will make it clear to you also. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന 2 വാക്യം: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക.
തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് മുൻപേ ദൈവം വെച്ചിട്ടുള്ളൊരു സന്തോഷമുണ്ട്. എന്താണ്? ഞാൻ നിത്യതയിൽ എൻ്റെ ദൈവത്തോടു കൂടെ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. That should be the only thing that you look at every day of your life. ഓരോ ദിവസവും മുൻപോട്ട് നീങ്ങുമ്പോൾ, ജീവിതത്തിൽ ഏത് സാഹചര്യം വന്നാലും, look at it through heaven's eyes and see what God can do in your life and He will do in your life. ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും സ്വർഗത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുക. എന്റെ പിതാവ് ഇതിൽ കാണുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ ആശ്രയം വെച്ചുകൊണ്ട് എന്റെ ദൈവം എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യത, തന്നോട് കൂടെ ഞാൻ ആയിരിക്കുവാൻ, എന്റെ തലമുറകളായിരിക്കുവാൻ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പ്രയാസങ്ങൾ വരും ദൈവ പൈതലേ, ജീവിതം വളരെ കുലുക്കുന്ന അവസ്ഥകൾ വരും ദൈവ പൈതലേ. എന്നാൽ അവിടെയൊക്കെയും ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്റെ മേൽ വെച്ചിരിക്കുന്ന വിളി, അതിന്റെ ഉദ്ദേശത്തിലേക്ക് നയിക്കുവാൻ ഞാൻ പ്രാപ്തനാണ്, ഞാൻ കഴിവുള്ളവനാണ്. ഞാൻ പറയുമായിരിക്കാം, നീ പറയുമായിരിക്കാം, എന്റെ ദൈവമേ എനിക്ക് കഴിവില്ല. അപ്പോൾ ദൈവം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ദൈവം പറയുന്നു, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ വെളിപ്പെടും. ഹല്ലേലൂയ. You might feel very weak today, but Jesus is telling you, my grace is sufficient for you. My strength is made perfect in your weaknesses. Hallelujah, hallelujah, hallelujah. നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ബലഹീനതകളിലാണ് കർത്താവിന്റെ ശക്തി ഏറ്റവും പെർഫെക്റ്റ് ആവുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു രീതിയുണ്ട്, and that is perfecting his power in our weaknesses, in his strength in our weaknesses. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്മേൽ ആശ്രയം വെക്കുക. ഇന്നൊരു തീരുമാനമെടുക്കുക, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇരുന്ന് എൻ്റെ കഴിഞ്ഞ പോയ കാലത്തെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുകയില്ല. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സമയത്തെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുകയില്ല. ഞാൻ ഇന്ന് മുതൽ മറ്റൊന്നിനെയും ആരെയും നോക്കുകയില്ല. ഞാൻ ആരുമായിട്ട് എൻ്റെ ജീവിതത്തെ താരതമ്യപ്പെടുത്തുകയില്ല. എന്റെ കർത്താവിന് എന്റെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. അതൊരു വീട്ടിൽ നല്ലൊരു മാതാവാകുവാനായിരിക്കാം, കുഞ്ഞുങ്ങളെ വളർത്തി ദൈവം ഉദ്ദേശിക്കുന്ന മക്കളാക്കി തീർക്കുവാനായിരിക്കാം. അതും ഒരു ദൈവ വിളിയാണ് ദൈവ പൈതലേ. അതൊരു തോൽവിയല്ല. It is a call from God to raise up a servant of God through your life. There are many today who serve God who can say, it was my mother's prayers that brought me here. ഇന്ന് ദൈവത്തെ സേവിക്കുന്ന അനേകരുണ്ട്. അവർക്ക് ഇത് പറയുവാൻ കഴിയുന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്, സ്നേഹമാണ് ഇന്നെന്നെ ഈ സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ദൈവ പൈതലേ, നിന്റെ ജീവിതം വൃഥാവായി പോയിട്ടില്ല. നിന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നീ ഒന്ന് മാത്രം ചെയ്യുക, നിന്നെ പൂർണ്ണമായിട്ട് ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈ ലോകത്തിന്റെ ശബ്ദത്തെ കേൾക്കരുത്. ഈ ലോകത്തിന്റെ ശബ്ദം നിന്നോട് പറയും, നിന്നെ ഒന്നിനും കൊള്ളുകയില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. ദൈവത്തിന്റെ ശബ്ദം പറയും, നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടത്, എനിക്ക് നിന്റെ ജീവിതം കൊണ്ടൊരു ഉദ്ദേശമുണ്ട്, നിന്നെ ഞാൻ ഉയർത്തും, നീ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്നാണ് ദൈവത്തിന്റെ ശബ്ദം പറയുന്നത്. Never listen to the voice of the world. Listen to the voice of your shepherd. യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അങ്ങനെയുള്ളവരെ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അറിയുന്ന എങ്ങനെയുള്ള ആടുകളെയാണ്? തന്റെ ശബ്ദം കേൾക്കുന്ന ആടുകളെയാണ്. I know them and they follow me. ഹല്ലേലൂയ. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് അങ്ങ് സ്നേഹത്തോടെ ഞങ്ങളോട് വിളിച്ച് പറയുന്നുവല്ലോ, എൻ്റെ പൈതലേ, നിന്റെ ഒരു പഴയ കാര്യങ്ങളെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ ഒന്നും ഇനി നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും നിന്റെ ജീവിതത്തെ മറ്റുള്ളവരുമായിട്ടോ അല്ലെ പഴയ കാര്യങ്ങളുമായിട്ടോ താരതമ്യപ്പെടുത്തരുത്. ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറയുന്നുവല്ലോ, ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയെ അനുഗമിക്കുക. അങ്ങയുടെ ശബ്ദം കേട്ട്, അങ്ങയുടെ സ്നേഹത്തിന്റെ ശബ്ദം, അങ്ങയുടെ ബലം നൽകുന്ന ശബ്ദം, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യം നൽകുന്ന ശബ്ദം കേട്ട്, അങ്ങയുടെ വിളി അറിഞ്ഞ്, അങ്ങയുടെ ഉദ്ദേശം അറിഞ്ഞ് കർത്താവെ ജീവിക്കുവാൻ
ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് കഴിവില്ലാന്ന് തോന്നുന്ന സ്ഥലത്ത് അങ്ങ് ഞങ്ങളോട് പറയുന്നുവല്ലോ, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ഉദ്ദേശം നിറവേറ്റുവാൻ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന വിളി അത് നിറവേറ്റുവാൻ കർത്താവേ, അങ്ങയുടെ കൃപ മാത്രം ഞങ്ങൾക്ക് മതി. അതിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പഴയ തോൽവികളൊന്നും ഓർത്ത് ഞങ്ങൾ ഇരിക്കുകയില്ല. ഇന്ന് കർത്താവിൽ നിന്ന് എനിക്ക് ബലം ലഭിച്ചിരിക്കുന്നു. ഇന്ന് കർത്താവിൽ നിന്ന് എൻ്റെ ജീവിതത്തിന് ഒരു ഉദ്ദേശം ലഭിച്ചിരിക്കുന്നു. ഇന്ന് കർത്താവിൽ നിന്ന് എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ലഭിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവിനെ മുറുകെ പിടിച്ച് എൻ്റെ ഇടയന്മേൽ മാത്രം എൻ്റെ ദൃഷ്ടി വെച്ച് എൻ്റെ ഇടയനെ അനുഗമിച്ച് എൻ്റെ ഇടയനെ എനിക്കായിട്ട് വെച്ചിരിക്കുന്ന ആ നല്ല അവസാനത്തിലേക്ക് ഞാൻ നടന്ന് നീങ്ങും. അതിനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഓരോ ദൈവ മക്കളെയും അവിടുന്ന് കഴുകി പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദേഹം, ദേഹി, ആത്മാക്കളിൽ കർത്താവേ, യേശുവിന്റെ രക്തം അവർക്ക് ചുറ്റും ഒരു കോട്ടയായി നിന്നുകൊണ്ട് കർത്താവേ, ഈ വചനം അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ 100 മേനി വിളവ് കൊയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Let everyone, Father, receive a purpose in their life today. None of them, Lord, may they never look at their failures anymore, Father. Thank you that it is all taken care of in Jesus Christ, Lord. ഓരോ ദൈവമക്കളും ഇന്ന് മുതൽ കർത്താവേ, ഒരു പുതിയ ലക്ഷ്യത്തോടെ, ഒരു പുതിയ ഉണർവോടെ, ഒരു പുതിയ ബലത്തോടെ, ഒരു പുതിയ കൃപയോടെ കർത്താവേ മുൻപോട്ട് നീങ്ങുവാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ശബ്ദങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കാം.